ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. യൂട്യൂബ് തുടങ്ങിയിട്ട് ഇത് നമ്മുടെ മൂന്നാമത്തെ ലോങ് വീഡിയോ ആണ്. നമ്മൾ ഉണ്ടാക്കുന്നൊരു വാൾ ഡെക്കോറാണ്. പക്ഷേ ഇത് കിഡ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. വീട്ടിലുള്ള കുട്ടികളുടെയൊക്കെ റൂമിൽ ഇതുപോലത്തെ കുഞ്ഞി ക്രാഫ്റ്റൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയാണ്. അധികം സാധനങ്ങളൊന്നും വേണ്ട. നേരത്തെ ഒരു ഐഡിയ മനസ്സിൽ കരുതുക. അതിന് വേണ്ടിയിട്ടുള്ള ചിത്രങ്ങളൊക്കെ വരച്ച് ഇതുപോലെ റെഡിയാക്കി പാർട്സായിട്ട് വരയ്ക്കാൻ നോക്കണം കേട്ടോ. കളർ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വെക്കണം. നമുക്ക് കളർ പേപ്പറിലും ചെയ്യാം. പിന്നെ ഇതിനാവശ്യം നമ്മൾ കേക്കൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ വേസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന ഈ കാർഡ്ബോർഡ് ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇവിടെ ബ്ലാക്കും ബ്ലൂവും മിക്സ് ചെയ്തിട്ട് അത് ഫുള്ളായിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ബലൂണിൽ ഈ നൂല് ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളത്. എന്നിട്ട് ഈ പിക്ചറെല്ലാം ഞാൻ ഓരോരോ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിലെല്ലാം ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുന്ന പിക്ചറിനനുസരിച്ച് ഇത് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. ഈ ബോർഡ് എടുത്ത് ഇത് ഓരോന്ന് വീതം ഞാൻ എടുത്ത് ഒട്ടിക്കുന്നുണ്ട്. ഓരോന്നെടുത്ത് ഞാൻ പിന്നെ ആ കാർഡ്ബോർഡ് പേപ്പറിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കാർഡ്ബോർഡിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് ഫ്രെയിം പോലെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. നല്ല രസമാണ്. കളർ പേപ്പറാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി കിട്ടും. ഇവിടെ ഞാൻ ചെയ്തത് ഒരു മൂങ്ങയുടെ പിക്ചറാണ് കേട്ടോ. എല്ലാ പാർട്സും എടുത്ത് ഞാൻ ഈ ബോർഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ആയതുകൊണ്ട് ഞാൻ അതിൽ വൈറ്റ് കളർ വെച്ച് മൂണും സ്റ്റാർസും വരച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ വേറെയും പിക്ചർ ചെയ്ത് കട്ട് ചെയ്ത് നിങ്ങളുടെ ഒരു ഐഡിയ വെച്ച് നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ പറ്റും. ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ആ ചെറിയ ചെറിയ ഇലകൾ കട്ട് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ ആ ബലൂണിൽ നൂല് കോർക്കാനൊക്കെ ആയിരുന്നു. സ്റ്റാർസും മൂണൊക്കെ വരച്ചതിന് ശേഷം നന്നായിട്ട് ഉണങ്ങാൻ വെക്കണം കേട്ടോ. വലിയവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ക്രാഫ്റ്റാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.